Good morning my dear children. I am continuing the same lesson. ആ ലെസൻ്റെ കണ്ടിന്യൂവേഷനാണ് മിസ് ഇപ്പോഴും എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ എടുത്ത ഗ്രാമർ ഏതാണ്? എച്ച്. ദാറ്റ് ഈസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് എ ഓർ ആൻ. അതാണ് ഇപ്പോൾ നമ്മൾ എടുത്തത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് എ ഓർ ആൻ. അതെടുത്ത് കഴിഞ്ഞ് അതൊന്നും കൂടി മിസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈസ് ദിസ് ആൻ എയറോപ്ലെയിൻ ഓർ എ ബേർഡ്? Second one, is this a bus or a train? Third one, is this an egg or a ball? Fourth one, is this an orange or a mango? Okay. Next is listen and speak ആണ് അടുത്തത്. അതിൽ നിങ്ങൾക്ക് രണ്ട് ചിത്രങ്ങൾ കാണുന്നില്ല അടിയിൽ, പോഗോയും ടോഗോയും. അതിൽ എന്താ പറയുന്നത്? പോപ്പി had a dream. She saw two strange creatures named പോഗോ ആൻഡ് ടോഗോ. പോപ്പിക്ക് ഒരു ദിവസം എന്താണ്, രാത്രി കിടന്നുറങ്ങിയപ്പോൾ നല്ലൊരു സ്വപ്നം കണ്ട്. എന്താ സ്വപ്നത്തിൽ കണ്ടത്? അപരിചിതരായ രണ്ടാൾക്കാർ. ആരൊക്കെയാണത്? പോഗോ ആൻഡ് ടോഗോ. ലിസൺ ടു യുവർ ടീച്ചർ ആൻഡ് ഹെൽപ്പ് പോപ്പി കംപ്ലീറ്റ് ദ ഡ്രോയിങ്. അപ്പം നിങ്ങൾ ഇത് വരച്ച് കംപ്ലീറ്റ് ആക്കണം എന്നാണ് പറയുന്നത്. അപ്പം മിസ് അപ്പം അത് വായിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ബാക്കിലുണ്ട്, അത് മിസ് നിങ്ങൾക്ക് വായിച്ചു തരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് യു ക്യാൻ കംപ്ലീറ്റ് ദാറ്റ്. ഓക്കെ. അപ്പോൾ ലിസൺ ടു ദാറ്റ് വെൻ ഐ എം റീഡിങ്. That is in the page number 36 in the park. Read each instructions clearly and separately. Pogo is green. പോഗോൻ്റെ കളർ എന്താണ്? ഗ്രീൻ കളർ. He has 3 ears. Togo has a purple head. His body is blue. Pogo has 4 arms and 2 legs. He has 1 eye. Togo has 6 legs. He has 3 eyes and 3 mouths. Pogo is smiling. Togo is holding a ball. So the clues are there in your textbook, that is in the page number 36. Like that you can draw here. Okay. Yeah. Next is J. J is work with your partner. Take turns to ask and answer questions. Take turns to ask and answer questions. Yeah. You may begin like this. അപ്പോൾ ഒരാൾ അടുത്ത ആൾ പറയുന്ന, രണ്ടാൾക്കാർ പറയുന്ന കോൺവെർസേഷനാണിത്. അപ്പോൾ ഫസ്റ്റ് വൺ, വാട്ട് ഷുഡ് വി നോട്ട് ഡു വെൻ വി ആർ അറ്റ് ദ സൂ? വാട്ട് വി ഷുഡ് നോട്ട് ഡു വെൻ വി ആർ അറ്റ് ദ സൂ? നമ്മൾ സൂവിൽ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പം, നമ്മളവിടെ കാണാൻ പോകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം? അപ്പോൾ പാർട്ട്ണർ പറയാണ്, വി ഷുഡ് നോട്ട് ടീസ് ആനിമൽസ്. നമ്മളവിടെ കുറേ മൃഗങ്ങളുണ്ടാവും. ആ മൃഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കളിയാക്കാൻ പാടില്ല, അല്ലേ? കുരങ്ങന്മാരൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ, ചില കുട്ടികളൊക്കെ എന്തെങ്കിലും കല്ലെറിയും കുരങ്ങന്മാർക്ക് നേരെ. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അതിനെ കളിയാക്കാൻ പാടില്ല. അപ്പോൾ വി ഷുഡ് നോട്ട് ടീസ് ആനിമൽസ്. യു മേ യൂസ് ദീസ് വേർഡ്സ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് താഴെ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് വെച്ചിട്ട് ഓരോ വാക്കുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് അതിന് സെൻറ്റൻസസ് ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ, ഇൻ എ ഗാർഡൻ. നമ്മൾ ഒരു പൂന്തോട്ടത്തിൽ പോയാൽ എന്താ ചെയ്യാൻ പാടില്ലാത്ത കാര്യം? വെൻ വി ഗോ ടു എ ഗാർഡൻ വി ഷുഡ് നോട്ട് പ്ലക്ക് ഫ്ലവേഴ്സ്. നമ്മൾ പൂക്കൾ പറിക്കാൻ പാടുണ്ടോ ഗാർഡനിൽ പോയാൽ? ഇല്ല. വി ഷുഡ് നോട്ട് പ്ലക്ക് ഫ്ലവേഴ്സ്. ഇൻ എ മൂവിങ് ബസ് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കൈകൾ പുറത്തിടാൻ പാടുണ്ടോ? പാടില്ല. അപ്പം ഇൻ എ മൂവിങ് ബസ് വി ഷുഡ് നോട്ട് പുട്ട് അവർ ഹാൻഡ്സ് ഔട്ട്സൈഡ്. ഇൻ ദാറ്റ് ത്രൂ ദാറ്റ് സ്മോൾ വിൻഡോ വി ഷുഡ് നോട്ട് പുട്ട് ദ ഹാൻഡ്സ് ഔട്ട്സൈഡ് ദാറ്റ്. ഓക്കെ. യാ. നെക്സ്റ്റ്, ഇൻ ആ ഹൗസ്. നമ്മളെ വീട് എങ്ങനെ നമ്മൾ എന്താക്കണം? വി ഷുഡ് കീപ്പ് അവർ ഹൗസ് നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് വി ഷുഡ് നോട്ട് പുട്ട് ഡേർട്ടി. വി ഷുഡ് നോട്ട് മേക്ക് അവർ ഹൗസ് ഡേർട്ടി. അപ്പോൾ നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട് നമ്മൾ നല്ല വൃത്തിയിലും വെടുപ്പിലും സൂക്ഷിക്കണം. അപ്പോൾ ഇൻ ആ ഹൗസ് വി ഷുഡ് നോട്ട് പുട്ട് വേസ്റ്റ് തിങ്സ് ഓർ അതർ തിങ്സ് in our premises and in our where we are sitting. We should not do that. We should keep our house neat and clean. Next, on the road. നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ what we should have to do? On the road
when we are crossing the road, we should have to look right and left before, or whether where there is a signal, we should have to look and we should have to cross the road, and we should not straight go through that road and cross it. Okay, yeah, that we should have to follow it. Yeah, next is page number 26. Page number 26, think and write. What is it? Think and write. Look at the picture, complete the sentences with words from the box. അപ്പോൾ നിങ്ങൾക്ക് ബോക്സിൽ വേർഡ്സ് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് താഴെ ഫിൽ ചെയ്യാനാണ്. What all things you can see in the picture? That is, cake is there, candles are there, many children are there, they are putting the hats there. You can see in the picture. First one, today is Mary's birthday. What is today? Today is Mary's birthday. Second one, Mary is now, Mary is now 6 years old. Maryക്ക് എത്ര വയസ്സായി? Mary is now 6 years old. Yeah. Third one, Mummy and Papa have got her a big cake. Mummy and Papa have got her a big cake. Yeah. Fourth one, there are 7 children around the table. How many children are around the table? Yeah, there are 7 children around the table. Yeah. Fifth one, some children are wearing party hats. Some children are wearing party hats. അപ്പോൾ ചില കുട്ടികളുടെ തലയിലൊക്കെ എന്താണ് ഇങ്ങനെ പാർട്ടിക്കൊക്കെ നമ്മളിടുന്ന ഹാറ്റ്സ് ഇല്ല, കളർഫുൾ ഹാറ്റ്സ്, അത് തലയിലുണ്ട്. മനസ്സിലായോ എല്ലാവർക്കും അത്? യാ, ടുഡേ ഈസ് മേരീസ് ബർത്ത്ഡേ. Mary is now 6 years old. Mummy and Papa have got her a big cake. There are 7 children around the table. Some children are wearing party hats. Up to that we completed this lesson based grammar. Next we can go through the back grammar of that. Next is back grammar. That is page number 39. Page number 39. That same lessons back grammar. In the park. That is articles a and. Articles here it is a and the articles ആണ്. ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ നോക്കാൻ പോകുന്നത് എന്താണ്? എയും ആനും ആണ്. മനസ്സിലായോ? What are the pictures showing? Fill in the missing letters to complete the words. Write a or an in the box. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് തന്നിട്ടുണ്ട്? പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ പിക്ചറിൽ ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ഓൾറെഡി റിട്ടൺ ദ ടേബിൾ. എന്താണ്? ടേബിൾ. അപ്പോൾ നമ്മൾ എന്താ പറയുക? വൺ, സിംഗിൾ വൺ, എ ടേബിൾ. സെക്കൻഡ് വൺ ഇഗ്ലു. ഇഗ്ലു മഞ്ഞ്, നമ്മൾ മഞ്ഞുള്ള മഞ്ഞുമല മഞ്ഞ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ വീട് എങ്ങനത്തെ വീടുണ്ടാവുക? ഇഗ്ലു ആണ്. ഇഗ്ലു എന്ന് അതിന് പറയാം. വീടിന് മഞ്ഞ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുന്ന വീടാണത്. അപ്പോൾ ഇഗ്ലു എന്നാണ് അതിന് പറയുക. അപ്പോൾ ഇഗ്ലു എന്നാണ് ഐയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാട്ട് വി വിൽ യൂസ് ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ്? ആൻ ഇഗ്ലു. വാട്ട് ഇസ് ഇറ്റ്? ആൻ ഇഗ്ലു. അപ്പോൾ ഇഗ്ലു IGLOO, ആൻ ഇഗ്ലു. തേർഡ് വൺ, നിങ്ങൾ എന്താ പിക്ചർ കാണുന്നത്? ഉള്ളീൻ്റെ പിക്ചറാണ്. അപ്പോൾ വാട്ട് വി വിൽ സേ? അൺയൻ. പ്രൊനൗൺസിയേഷൻ എപ്പോഴും ഓയിലാണ് അവിടെ. ONION ആണ് സ്പെല്ലിംഗ് എങ്കിലും വി വിൽ ഹാവ് ടു pronounce it as onion. How we should have to pronounce? Onion. Onion എന്ന് പറയാൻ പാടില്ല. Pronunciation എന്താണ്? Onion. What is it? Onion. Yeah, onion. Onion. Yeah. So, an onion. Onion. Yeah. Fourth one, a house. HOUSE. A house. Fifth one, a penguin. What is it? A penguin. Yeah. First one already written for you. The second one,
First one an igloo, second one an onion, third one, fourth one a house, fifth one a penguin. Okay, next is a B. That is a B is fill in the blanks with a or an. അതേപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എയും ആനും വെച്ചിട്ട് ഫില്ല് ചെയ്യണം. ഓക്കെ, യാ ദാറ്റ് ഇസ് ദ പേജ് നമ്പർ 39. ഫസ്റ്റ് വൺ ഇസ് ഹൗ മെനി ഡേയ്സ് ആർ ദർ ഇൻ എ വീക്ക്. അവിടെ എന്താ പറയണ്ടത്, എ വീക്ക്. ഒരാഴ്ചയിൽ നമ്മൾക്ക് എത്ര ദിവസമുണ്ട്. ഹൗ മെനി ഡേയ്സ് ആർ ദർ ഇൻ എ വീക്ക്, എ വീക്ക്. സെക്കൻഡ് വൺ ഡാഷ് ആൻഡ് ഇസ് എ ടൈനി ഇൻസെക്ട്. അപ്പോൾ ആൻഡ് എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത് എയിൽ. അപ്പോൾ വാട്ട് വി വിൽ യൂസ് ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ്, ആൻഡ്. സോ ആൻഡ് ഇസ് എ tiny insect. Third one, I saw a lion at the zoo. A lion, ഒരു lion. I saw a lion at the zoo. Yeah. Next, fourth one, Farida saw dash eagle in the sky. So Farida saw an eagle in the sky. An, E ആണ് സ്റ്റാർട്ടിങ്, ആ വേർഡിൻ്റെ സ്റ്റാർട്ടിങ് ലെറ്റർ ഇ ആണ്. അപ്പം അതിൻ്റെ മുന്നമേ ആൻ വന്നു. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ, ഐ ക്യാൻ ക്ലൈംബ് ഡാഷ് ട്രീ. ഐ ക്യാൻ ക്ലൈംബ് എ ട്രീ. ഒന്ന് എ ട്രീ, മനസ്സിലായോ? അതിന് നെക്സ്റ്റ് ഇസ് ബി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സി, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് എ ഓർ ദി ആണ്. ഇനി എന്താ വെക്കേണ്ടത്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് എ ഓർ ദി. യാ, ഫസ്റ്റ് വണ് മദർ ബോട്ട് എ ഫ്രോക്ക് ഫോർ ജെസ്സി. നെക്സ്റ്റ് ഡാഷ് ഫ്രോക്ക് ഹാഡ് എ പ്രിറ്റി ഡിസൈൻ. അപ്പം ഫസ്റ്റ് വണ് മദർ ബോട്ട് എ ഫ്രോക്ക് ഫോർ ജെസ്സി. നെക്സ്റ്റ് ഡാഷിലെ സ്ഥലത്ത് എന്താ വെക്കുക, എ ആണോ ദി ആണോ വെക്കേണ്ടത്, ടി എച്ച് ഇ ദി ആണോ വെക്കേണ്ടത്, ദി. എന്താണ് ദി. ദി ഫ്രോക്ക് ഹാഡ് എ പ്രിറ്റി ഡിസൈൻ. അപ്പോൾ അവിടെ ദി ആണ് വെക്കേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ പണ്ടിക്ക് എന്താണ് വെക്കാൻ പറഞ്ഞത്, എ അല്ലെങ്കിൽ ദി. അപ്പോൾ അവിടെ സെക്കൻഡിൽ ദി ഫ്രോക്ക് ഹാഡ് എ പ്രിറ്റി ഡിസൈൻ. യാ, ഇനി നെക്സ്റ്റ് പിക്ചറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, അവിടെ ഒരു ഹെന്നിനെ കാണുന്നുണ്ട്. അപ്പോൾ എന്താ, വാട്ട് വി വിൽ യൂസ് ദ A hen found a seed. A hen found a seed. She wanted to eat that seed. അപ്പോൾ എന്താ അവിടെ വെക്കണം, she wanted to eat the seed. What is it? അവിടെ നമ്മൾ എന്താ വെക്കേണ്ടത്, എയും ദിയും ആണ് വെക്കേണ്ടത്. മനസ്സിലായോ? മിസ് ഒന്നും കൂടി ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്യാം. താങ്ക് യു മൈ ഡിയർ ചിൽഡ്രൻ. വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ.